നാഗകന്യക 70 എപ്പിസോഡ് 40ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് മകുടി ഊതുന്ന സൗണ്ട് കേൾക്കുന്ന രാധിക ഡോർ തുറക്കാതെ അവിടെ നിന്ന് പോകുന്നതും ആ സമയം തന്നെ അപര ഡോർ തുറന്ന് പുറത്തു വരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. മകുടി ഊതുന്ന സൗണ്ട് കേട്ട് പോകുന്ന രാധിക അവിടെ നാഗത്തിനെ കാണുന്നു. നേരത്തെ സ്മെല്ല് തോന്നിയത് ഈ നാഗത്തിന്റെ സ്മെല്ലാണെന്ന് വിചാരിച്ച് രാധിക അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് അപര പോകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അപര ഇട്ടിരുന്ന ഷോൾ ഇഷ്ടപ്പെടുകയാണ്. ആ പെൺകുട്ടി അപരയോട് ഷോളിന്റെ കാര്യം ചോദിക്കുമ്പോൾ അപര ഷോൾ വാങ്ങിയ ഷോപ്പിൽ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഈ സമയം ആദർശിനോട് രാധിക ഡീല് സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ്. ആര്യമൻ മദ്യപിച്ച് ഫിറ്റായി ഇരിക്കുന്നത് കാണിച്ചിട്ട് ആദർശ് രാധികയോട് ഇദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രാധിക ആര്യമനെ നോക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് നമുക്ക് ഡീലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് രാധിക ഒരു ടിഷ്യൂ എടുത്ത് അതിൽ 20 കോടി എന്ന് എഴുതി ആദർശിന്റെ മുന്നിലേക്ക് ടിഷ്യൂ വയ്ക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ പ്രസിലേക്ക് ഞാൻ ഈ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആദർശ് രാധികയോട് ഇതിനർത്ഥം നിങ്ങൾ പതുക്കെ നമ്മുടെ പ്രസിനെ ടേക്ക് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആദർശ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും മീറ്റിംഗ് കൂടാറില്ല, അതിന് വേറെ കുറെ വഴികളുണ്ടെന്ന് പറയുകയാണ് രാധിക. അത് കേൾക്കുന്ന ആദർശ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുകയാണ്. ഇന്ന് ഇങ്ങനെ പറയുമെങ്കിലും നാളെ മറുപടി മാറാനും സാധ്യതയുണ്ടെന്ന് പറയുകയാണ് രാധിക. എത്ര ദിവസം കഴിഞ്ഞാലും എന്റെ മറുപടി ഇങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആദർശ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാധിക ആദർശ് ഒത്തിരി വാശിക്കാരനാണ്. സമയത്തിന് ആളുകളെയും തീരുമാനങ്ങളെയും ചിന്തകളെയും ലക്ഷ്യങ്ങളെയും എല്ലാം മാറ്റാൻ കഴിയും. ഞാൻ എമൗണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ടിഷ്യൂവിനെ നോട്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടി മാത്രമേ ടിഷ്യൂ കൊണ്ട് ഉപയോഗമുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാധിക ആര്യമ്മനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. രാധിക പോകുന്നത് കാണുന്ന ഖുഷി ടിഷ്യൂ എടുത്തു നോക്കുകയാണ്. ടിഷ്യൂവിൽ 20 കോടി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് ഖുഷി രാധികയെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ആദർശ് ഖുഷിയെ തടയുകയാണ്. ആ സമയം അവിടെ അപര വരുന്നു. അപര മീറ്റിംഗ് കഴിഞ്ഞ് അവർ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഖുഷി വളരെ വിഷമത്തോടെ എല്ലാ കാര്യങ്ങളും അപരയോട് പറയുകയാണ്. അത് കേൾക്കുന്ന അപര ആദർശിനോട് നല്ലൊരു ഡീലായിരുന്നതല്ലേ, പിന്നെ എന്താണ് വേണ്ടെന്ന് വെച്ചതെന്ന് ചോദിക്കുകയാണ്. ജോലിയും ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആര്യമ്മന്റെ കുടുംബത്തിൽ ചങ്കിസ്ഥാനികളുമായി റിലേഷനുള്ള ആളുകളുണ്ട്. നമ്മുടെ കുടുംബം മാന്യമായ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളുമായുള്ള ബിസിനസ് ആണ് നല്ലതെന്ന് പറയുകയാണ് ആദർശ്. ഖുഷി രാധിക കൊടുത്ത ടിഷ്യൂ നോക്കി വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം അപരയ്ക്ക് ആര്യമ്മൻ മറന്നു വെച്ചിട്ട് പോയ ആര്യമ്മന്റെ ഡാഡി ആര്യമ്മന് കൊടുത്ത പേന കിട്ടുകയാണ്. ആ പേന കാണുന്ന അപരയ്ക്ക് അത് ആര്യമ്മന്റെയാണെന്ന് മനസ്സിലാവുകയാണ്. ആ പേനയിൽ നോക്കി അപര ഞാൻ ഇത് മോഷ്ടിച്ചതല്ല, ആര്യമ്മൻ മറന്നു വെച്ചിട്ട് പോയതാണ്, എന്തിനായിരിക്കും ഗസ് ചെയ്യാമോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപര. അടുത്ത സീനിൽ അപര ഉറങ്ങിക്കിടക്കുമ്പോൾ അപരയുടെ സ്കിന്നിൽ മാറ്റങ്ങൾ വരികയാണ്. അപര വേദന കൊണ്ട് എഴുന്നേൽക്കുകയാണ്. ശരീരം മുഴുവൻ പൊള്ളുന്നത് പോലെ അപരയ്ക്ക് അനുഭവപ്പെടുകയാണ്. ഇന്ന് പൗർണമി ദിവസമാണ്, അതുകൊണ്ടാണ് അപരയ്ക്ക് ചന്ദ്രന്റെ പ്രകാശം ശരീരത്തിൽ തട്ടിയപ്പോൾ ഇങ്ങനെയെല്ലാം തോന്നിയത്. തുടർന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന അപര വിൻഡോ അടയ്ക്കുകയാണ്. ശേഷം വെള്ളം എടുത്ത് കുടിക്കുന്നു. ഇതെല്ലാം മാറി നിന്ന് അപരയുടെ ഫാമിലിയായി ആദർശും അമ്മയും മുത്തശ്ശിയും ആദർശിന്റെ വൈഫും അനിയനും കാണുകയാണ്. ഖുഷി ഓരോ പൗർണമി ദിവസവും പെയിൻ കൂടി വരികയാണെന്ന് പറയുകയാണ്. അവൾ എല്ലാം മറന്നുപോയത് കൊണ്ട് അവളുടെ ഈ വേദന സത്യത്തെ മറക്കാൻ സമ്മതിക്കില്ല. അവളുടെ ആവശ്യം നമുക്കുണ്ട്, ആ കാര്യം എല്ലാവർക്കും എപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ ജോലി എപ്പോൾ തീരുമോ അതുവരെ അവൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പറയുകയാണ് ആദർശിന്റെ അമ്മ. അടുത്ത സീനിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന അപര ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആദർശ് ഇപ്പോഴത്തെ വൈറൽ പനി ആയിരിക്കും, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുകയാണ്. ആ സമയം അമ്മ പാൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അപര ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കലണ്ടറിന്റെ അടുത്ത് പോയിട്ട് ഇന്നത്തെ ഡേറ്റ് അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് കഴിഞ്ഞ മാസത്തെ പേജ് നോക്കുന്ന അപരയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. എല്ലാ മാസവും പൗർണമി ദിവസമാണ് വേദനയും ബുദ്ധിമുട്ടും തോന്നാറുള്ളതെന്ന് അപരയ്ക്ക് മനസ്സിലാവുകയാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അപര നിൽക്കുമ്പോൾ അപരയുടെ പുറകിൽ വരുന്ന മുത്തശ്ശി എന്തെന്നാൽ നീ ഒരു നാഗകന്യകയാണ് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപരയും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് മുത്തശ്ശിയും ആദർശിന്റെ അമ്മ സരോജവും നാഗകന്യകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അപര മുത്തശ്ശിയോട് മുത്തശ്ശി ഇത്രയും TV സീരിയൽസ് കാണുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. TV സീരിയലിൽ നാഗകന്യക പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷെ വന്ന കാര്യം മറന്നുപോയി എന്ന് പറയുകയാണ് മുത്തശ്ശി. ഒരു നാഗകന്യകയും ഒരിക്കലും പ്രതികാരം മറന്നു പോകില്ല, അതുമല്ല ശത്രുക്കളെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയുകയാണ് അപര പറഞ്ഞത് കേട്ട് എല്ലാവരും ഷോക്കിൽ നിൽക്കുകയാണ്. എല്ലാവരും അങ്ങനെ നിൽക്കുന്നത് കാണുന്ന അപര ചിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും സമാധാനമാകുന്നത്. അടുത്ത സീനിൽ ആദർശ്
ആദർശിനെ ഡീലിംഗ് നടത്താൻ താല്പര്യമില്ല എന്ന് അറിയുന്ന രാധിക ദേഷ്യം കൊണ്ട് കയ്യിലിരിക്കുന്ന ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ആ സമയം അവിടേക്ക് ആര്യമൻ വരുന്നു. ആര്യമൻ തറയിൽ കിടക്കുന്ന കുപ്പിച്ചില്ല് കാലുകൊണ്ട് തട്ടി മാറ്റുകയാണ്. അത് കാണുന്ന രാധിക ആര്യമനോട് ആദർശ് ഡീല് വേണ്ട എന്ന് പറഞ്ഞു. ആര്യമൻ ഒരിക്കൽ കൂടി ആദർശിനോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ആര്യമൻ രാധികയോട്, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ബിസിനസ് പ്രോഫിറ്റ് അതിലൊന്നിലും ഒരു താല്പര്യവുമില്ല, നീ എല്ലാം നോക്കി നടത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആര്യമൻ പോകാൻ തുടങ്ങുമ്പോൾ രാധിക ആര്യമനോട് ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ആര്യമൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് രാധികയോട് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു വർഷം കുറഞ്ഞു കിട്ടിയത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആര്യമൻ പോകുന്നു. ഈ സമയം അക്കൗണ്ടിൽ രാധിക 5000 രൂപയെ അയച്ചിട്ടുള്ളൂ എന്ന് അറിയുന്ന പർമീത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അവളെ എന്ന് പർമീത്ത് പറയുന്ന സമയം രാധിക പോകുന്നത് അവർ കാണുന്നു. രാധിക ആദർശിന്റെ വീട്ടിന്റെ അഡ്രസ് ഓഫീസിൽ വിളിച്ച് ചോദിക്കുകയാണ്. രാധിക പോകുന്നത് കാണുന്ന പർമീത്ത് ഇന്ന് രാധികയുടെ ബർത്ത്ഡേ ആണ്, ഓഫീസിൽ നിന്ന് ക്യാഷ് വാങ്ങി വലിയൊരു ഗിഫ്റ്റ് രാധികയ്ക്ക് വേണ്ടി വാങ്ങണം, എന്നിട്ട് സോപ്പിട്ട് കുറച്ച് ക്യാഷ് കൂടി രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പർജീത്തിനോട് പറയുകയാണ് പർമീത്ത്. മറുവശത്ത് അപര ആര്യമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആദർശിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ചങ്കിസ്ഥാനി ആവില്ല എന്ന് ആര്യമിനെ കുറിച്ച് പറയുകയാണ് അപര. മറുവശത്ത് രാധിക കാറിൽ അഡ്രസ് കണ്ടുപിടിച്ച് വരികയാണ്. ആദർശിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി 2 ചെറുപ്പക്കാർ രാധികയെ കണ്ട് തീ പോലെ ഹോട്ടാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രാധിക അവരോട്, പറഞ്ഞാൽ മാത്രം ഹോട്ടാവില്ല, തീ കത്തിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ വെച്ച് തീ ഊതുകയാണ് രാധിക. ശേഷം അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കാണുന്ന ഒരാൾ ഇതെല്ലാം മാജിക് ആണെന്ന് പറയുമ്പോൾ മാജിക് ഒന്നുമല്ല, അവൾ ബാക്കിയകത്ത് എന്തോ വച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് രാധിക കോളിംഗ് ബെൽ അടിക്കുകയാണ്. ബെല്ല് കേൾക്കുന്ന അപര ഡോർ തുറക്കാൻ പോകുന്ന സമയം ഒരു ഇൻവെസ്റ്റർ മീറ്റിംഗ് കോള് വിളിക്കുകയാണ്. ആ കാര്യം അറിയുന്ന ഖുഷി അപരയോട് കാൾ അറ്റൻഡ് ചെയ്യേ, ഞാൻ ഡോർ തുറക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന അപര അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. ഖുഷി ഡോർ തുറക്കുന്നതും രാധികയ്ക്ക് നാഗത്തിന്റെ സ്മെല്ല് അടിക്കുകയാണ്. രാധിക അകത്തേക്ക് കയറി നോക്കുകയാണ്. രാധിക നോക്കുമ്പോൾ കർട്ടന്റെ പുറകിലായി അപര ഫോണിൽ സംസാരിക്കുകയാണ്. പക്ഷെ മുഖം വ്യക്തമായി രാധികയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ആ സമയം സരോജൻ കുന്തിരിക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ നാഗത്തിന്റെ സ്മെല്ല് അവിടെ നിന്ന് പോകുന്നു. രാധികയെ കാണുന്ന മുത്തശ്ശി രാധികയെ നോക്കി രക്ഷസ് യക്ഷി എന്നൊക്കെ വിളിക്കുകയാണ്. അത് കേൾക്കുന്ന രാധിക ചിരിച്ചുകൊണ്ട്, രക്ഷസും യക്ഷിയും എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് മുത്തശ്ശി, ഞാൻ അപ്ഡേറ്റഡ് വെർഷൻ ആണെന്ന് പറയുകയാണ്. മുത്തശ്ശിക്ക് മറവിയുടെ അസുഖമുണ്ടെന്ന് സരോജൻ പറയുമ്പോൾ കള്ളം പറയുന്ന അസുഖത്തിനേക്കാൾ വലിയ കുഴപ്പമില്ലാത്ത അസുഖമാണെന്ന് പറയുകയാണ് രാധിക. ശേഷം അവർ രാധികയോട് ഇരിക്കാൻ പറയുകയാണ്. രാധിക മാനേജർ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ആദർശിനോട് ചോദിക്കുകയാണ്. റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ അതിനർത്ഥം നോ എന്നാണെന്ന് പറയുന്നത് കേൾക്കുന്ന രാധിക വില കൂട്ടാനും ചിലപ്പോൾ ചില ആളുകൾ നോ പറയാറുണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക 40 കോടിയുടെ ചെക്ക് എഴുതി അവിടെ വെക്കുകയാണ്. എന്നിട്ട് ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാൻ പറയുകയാണ്. ചെക്കിന്റെ കാര്യം കേൾക്കുന്ന ഖുഷി രാധികയുടെ അടുത്ത് വന്നിട്ട് രാധികയോട്, നല്ല നിറമുള്ള പെൺകുട്ടികൾ ബ്ലാക്ക് കോഫിക്ക് പകരം വൈറ്റ് കോഫി കുടിക്കുന്നതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് കിച്ചണിലേക്ക് പോവുകയാണ്. തുടർന്ന് ആദർശ് രാധികയോട്, നമ്മുടെ ചെറിയ പ്രശ്നോട് നിങ്ങൾക്ക് എന്താണ് ഇത്രയും ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് അറിയില്ല, പക്ഷെ എന്തോ ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് എന്നെ ആകർഷിക്കുന്നുണ്ടെന്ന് രാധിക പറയുന്ന സമയം അപര വീഡിയോ കോൺഫറൻസിൽ ഇരിക്കുന്നത് കാണിക്കുകയാണ്. തുടർന്ന് രാധിക, നോ കേട്ട് എനിക്ക് ശീലമില്ല, നിങ്ങൾ നോ പറയാനുള്ള കാരണം എന്താണെന്ന് ആദർശിനോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ചങ്കിസ്ഥാനികളുമായി റിലേഷൻ ഉണ്ടെന്ന് മാർക്കറ്റിൽ സംസാരമുണ്ട്, ചങ്കിസ്ഥാനികൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള ആളുകളോട് ഒരു ഡീലിങ്ങിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ് ആദർശ്. ഡീൽ എന്തായാലും നടക്കും, ചിലപ്പോൾ നിങ്ങൾ സൈൻ ചെയ്തിട്ട് നടക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈൻ ഇല്ലാതെയും നടക്കും എന്ന് പറഞ്ഞിട്ട് രാധിക അവിടെ നിന്നും പോവുകയാണ്. ആദർശിന്റെ വീടിന്റെ പുറത്തിറങ്ങുന്ന രാധിക ആദർശിനോടുള്ള ദേഷ്യം കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ തീ ഊതുകയും ഷോപ്പ് കത്തുകയും ചെയ്യുകയാണ്. ഷോപ്പ് കത്തുന്നത് കണ്ട് അവിടെ ആളുകൾ കൂടുകയും അവർ തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത് കാണുന്ന രാധിക കാറിൽ കയറിയിരിക്കുകയാണ്. ഈ സമയം അപരയുമായി സംസാരിക്കുന്ന ഇൻവെസ്റ്റർ ഫണ്ട് ഇല്ല എന്ന് പറയുകയാണ്. ശേഷം റൂമിന്റെ പുറത്ത് വരുന്ന അപര ആരാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആര്യമിന്റെ വൈഫാണ് വന്നത്, അവരോട് നോ ഡീൽ എന്ന് പറഞ്ഞു എന്ന് ആദർശ് പറയുന്ന സമയം പുറത്ത് ആളുകളുടെ ബഹളം കേൾക്കുന്ന അവരെല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. പുറത്തു വരുന്ന അവർ ആളി കത്തുന്ന തീ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അടുത്ത സീനിൽ ഫാണി നാഗക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഫാണി നാഗറാണിയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മണിനാഥം അതിശക്തമായി മുഴങ്ങുന്നത് കാണുന്ന ഫാണിക്ക് മഹാദേവന്റെ മെസ്സേജ് ആയിരിക്കും അതെന്ന് മനസ്സിലാക്കുന്ന ഫാണി ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം കാറിൽ വരുന്ന അവരയുടെ കാറിന് മുന്നിൽ ഒരു മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയാണ്. അത് കാരണം അവരെ കാറിന്റെ പുറത്ത് ഇറങ്ങുന്നു. ഇതേ സമയം ഫാണി പുറത്തെല്ലാം നോക്കുകയാണ്. നോക്കി നോക്കി അവരയുടെ കാറിന്റെ അടുത്ത് വരുന്ന ഫാണി അവരെ തിരിഞ്ഞു നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ
വന്യമൃഗത്തിന്റെ സൗണ്ട് കേൾക്കുന്ന ഫാണി സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ കുറച്ച് മൃഗങ്ങൾ വന്ന് ഫാണിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫാണി മൃഗങ്ങളുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം എല്ലാ മൃഗങ്ങളെയും തോൽപ്പിക്കുകയാണ് ഫാണി. നാഗറാണി ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നാഗറാണിയെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഫാണി. ഫാണി മുന്നിൽ നിൽക്കുന്ന അവരെ കാണുന്നില്ല. മറുവശത്ത് ഓഫീസിൽ വരുന്ന രാധികയ്ക്ക് സസ്പെൻസായി. ഓഫീസിൽ വെച്ച് തന്നെ പർമീത്തും ഓഫീസിലെ സ്റ്റാഫും എല്ലാവരും കൂടി ചേർന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും രാധികയോട് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. ആര്യമിന് രാധികയോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്. ഈ സമയം ആര്യമിന്റെ ഓഫീസിന്റെ പുറത്ത് അപര വരുന്നു. അപരയ്ക്ക് ആര്യമിന് ചങ്കിസ്ഥാനികളുമായി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അറിയാം. ഒരു റിലേഷനും ഇല്ല എന്ന് അറിഞ്ഞാൽ ആദർശിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഡീൽ ഓക്കെ ആക്കണം. അതിനുവേണ്ടിയാണ് ആരോടും പറയാതെ ഓഫീസിന്റെ അകത്ത് കയറിയത്. ആര്യമിന്റെ ക്യാബിൻ കാണുന്ന അപര ആര്യമിന്റെ ക്യാബിന്റെ അകത്തേക്ക് കയറുകയാണ്. മറുവശത്ത് രാധിക കേക്ക് പീസ് എടുത്ത് ആര്യമിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആര്യമിന് രാധികയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. രാധിക ആര്യമിനോട് ഐ ലവ് യു എന്ന് പറയുകയാണ്. അത് കേട്ട് ആര്യമൻ ചിരിക്കുന്നു. രാധിക ആര്യമിനോട് നമുക്ക് വിവാഹ ജീവിതത്തിൽ പുതിയ തുടക്കമായി ഹസ്ബൻഡും വൈഫുമായി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബുള്ളറ്റിൻ ഉണ്ട്, അതിനുശേഷം വീട്ടിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആര്യമൻ അവിടെ നിന്നും പോവുകയാണ്. ഇതിനിടയിൽ പർമീത്ത് രാധികയുടെ അടുത്ത് പോയിട്ട് രാധികയോട് അക്കൗണ്ടിൽ ഇട്ട് തന്ന 5000 രൂപയ്ക്ക് കേക്കിൽ വെക്കാനുള്ള മെഴുകുതിരി വാങ്ങി. മാജിക്കൽ മെഴുകുതിരിയാണ് എന്നൊക്കെ പറയുകയാണ് പർമീത്ത്. തീ കത്തിക്കാൻ വേണ്ടി എന്തിനാണ് മെഴുകുതിരി വാങ്ങിയത്? എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ തീ കത്തിക്കുമായിരുന്നു എന്ന് രാധിക പറയുമ്പോൾ രാധിക കോമഡി പറഞ്ഞതാണെന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. അത് കാണുന്ന രാധിക അവരോട് ഇനി എന്നെ ശല്യം ചെയ്യരുതെന്നും കൺമുമ്പിൽ വരരുതെന്നും പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് പോവുകയാണ്. ആര്യമൻ പോകുന്നത് കാണുന്ന രാധിക അനന്തയുടെ പ്രണയം മുഴുവനായി എന്റേതാകുമ്പോൾ അത് എന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രാധിക. ഈ സമയം ആര്യമന്റെ ക്യാബിന്റെ അകത്ത് കയറുന്ന അപര അവിടെ ഇരിക്കുന്ന എല്ലാ ഫയൽസും എടുത്തു നോക്കുകയാണ്. അപര തലയിൽ കൂടി ഷോൾ ഇട്ടിരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ശേഷം പുറത്തിറങ്ങുന്ന അപരയുടെ മുന്നിൽ ആര്യമൻ വരികയാണ്. അപര മുഖത്ത് നോക്കാതെ തന്നെ ആര്യമനോട് ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്, നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപര അവിടെ നിന്ന് പോവുകയാണ്. ആര്യമൻ താങ്ക്സ് പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അവർ അവിടെ നിന്ന് പോകുന്നു. ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ആര്യമൻ ക്യാബിന്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആര്യമന് അത് അഹാനയാണെന്ന് മനസ്സിൽ തോന്നുകയാണ്. അടുത്ത സീനിൽ ആദർശ് ആര്യമന്റെ ഓഫീസിൽ പോയതിന് അവരെ വഴക്ക് പറയുകയാണ്. അവർ ചങ്കിസ്ഥാനികളാണെങ്കിലും അല്ലെങ്കിലും അവരുമായി ഒരു ഡീലിങ്സും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആദർശ്. അത് കേൾക്കുന്ന അവർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആര്യമന്റെ ക്യാബിനിൽ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ID കാർഡുമായി അവിടെ ആര്യമൻ വരുന്നു. അവർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ആര്യമന് പഴയതെല്ലാം ഓർമ്മ വരികയാണ്. ആര്യമൻ അവരെ നോക്കി അഹാന എന്ന് വിളിക്കുകയാണ്. അഹാന അല്ല അപര എന്ന് അപര പറയുന്നത് കേൾക്കുന്ന ആര്യമൻ എല്ലാ കാര്യങ്ങളും അപരയോട് പറയുകയാണ്. ആര്യമൻ ഹസ്ബൻഡ് ആണെന്നും ആര്യമന്റെ ഡാഡിയെ കൊല്ലാൻ ശ്രമിച്ച കാര്യവും രാകേഷ് കോമയിൽ കഴിയുന്നതും കള്ളപ്പേരിലും കള്ളത്തരം കാണിച്ചും കുടുംബത്തിൽ വന്ന കാര്യങ്ങളും എല്ലാം പറയുകയാണ്. ആ സമയം അവിടെ വരുന്ന ആദർശ് ആര്യമനോട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് പറയുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല. ഇവൾ എന്റെ വീട്ടിൽ വലിയൊരു കോടീശ്വരന്റെ മകളായാണ് വന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് പേര് പറഞ്ഞാണ് കയറി കൂടിയതെന്ന് ചോദിക്കുകയാണ് ആര്യമ്മൻ. ഇവൾ ഞങ്ങളുടെ സ്വന്തം സഹോദരിയാണ്. ഇവൾ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണ് ആദർശ്. അത് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ആര്യമ്മൻ. ആര്യമ്മനോട് പുറത്തു പോകാൻ ആദർശ് പറയുമ്പോൾ ഞാൻ പോകാം, അതിനു മുമ്പ് ഇവളെ ജയിലിലാക്കണമെന്ന് പറഞ്ഞിട്ട് അപരയുടെ അടുത്തേക്ക് ആര്യമ്മൻ വരുന്നത് കാണുന്ന ആദർശും അനിയനും കൂടി ആര്യമ്മനെ പുറത്താക്കുന്നു. എനിക്ക് നിന്നെ അറിയാം, ഇനി നിനക്ക് എന്നെ ചതിക്കാൻ കഴിയില്ല, നീയാണ് അഹാനയെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ആര്യമ്മൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അവരൊന്നും പറയാതെ നിൽക്കുകയാണ്. മറുവശത്ത് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി രാധിക റൂം ഡെക്കറേറ്റ് ചെയ്യുകയാണ്. പുതിയ സാരി ഉടുത്ത് റെഡിയാവുകയാണ്. ആ സമയം അവിടെ വരുന്ന ആര്യമ്മൻ രാധികയോട് റൊമാൻറ്റിക്കായി സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ്. ശേഷം അവർ രണ്ടുപേരുടെ ഇടയിൽ റൊമാൻസ് നടക്കുകയാണ്. അതെല്ലാം ഒരു പാട്ടിലൂടെ കാണിക്കുകയാണ്. അവിടെ നടന്നതെല്ലാം രാധികയുടെ ഇമാജിനേഷൻ ആയിരുന്നു. ആ സമയം അവിടെ ആര്യമ്മൻ വരുന്നു. ആര്യമ്മനെ കണ്ട സന്തോഷത്തിൽ രാധിക ആര്യമ്മനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആര്യമ്മന്റെ കോട്ടിൽ നാഗത്തിന്റെ സ്മെൽ അടിക്കുന്ന രാധിക ആര്യമ്മനോട് ആരെയെങ്കിലും കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നിനും മറുപടി പറയാതെ ആര്യമ്മൻ ഡ്രിങ്ക്സ് കുടിച്ച് ബെഡിൽ പോയി കിടക്കുകയാണ്. അത് കാണുന്ന രാധിക ആഹാരം മരിച്ചു കഴിഞ്ഞു. പിന്നെ ആര്യമ്മന്റെ അടുത്ത് നാഗത്തിന്റെ സ്മെല്ല് എങ്ങനെയാണ് വന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രാധികയ്ക്ക് ആ നാഗം ഫാണിയാണെന്ന് തോന്നുകയാണ്. അടുത്ത സീനിൽ നാഗക്ഷേത്രത്തിന്റെ പുറത്ത് രാധിക വരുന്നു. ക്ഷേത്രത്തിന്റെ പുറത്ത് എന്തോ അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫാണി ക്ഷേത്രത്തിന്റെ പുറത്ത് വരികയാണ്. അപ്പോൾ ഫാണി അവിടെ രാധിക നിൽക്കുന്നത് കാണുന്നു. രാധികയ്ക്ക് ക്ഷേത്രത്തിൽ
കൊട്ടാരത്തിന്റെ അകത്ത് കയറാൻ കഴിയുന്നില്ല. രാധിക ചങ്കിസ്ഥാനിൽ നിന്ന് കുറെ മൃഗങ്ങളെ ഇറക്കുകയാണ്. ആ മൃഗങ്ങൾ ഫാണിയുടെ നേരെ വരുന്നു. ഫാണി നാഗമായി മാറി അവരെ എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. ഈ സമയം രാധിക ക്ഷേത്രം കത്തിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ഫാണി മൃഗങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയാണ്. തോൽവി സമ്മതിക്കാത്ത മൃഗങ്ങളും ഫാണിയെ അറ്റാക്ക് ചെയ്യുകയാണ്. അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ്. മറുവശത്ത് അപര വിഷമിച്ച് നിൽക്കുകയാണ്. ആര്യമൻ എന്നെ കണ്ടപ്പോൾ വൈഫാണെന്ന് തോന്നിയത് എങ്ങനെയാണ്? അങ്ങനെ ആർക്കെങ്കിലും തോന്നുമോ എന്ന് പറഞ്ഞിട്ട് അപര അമ്മയോട് ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അമർനാഥിലേക്ക് പോകുന്നവരെ രാധികയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? രാധികയുടെ കള്ളത്തരം ആര്യമന് മനസ്സിലാകുമോ എന്നൊക്കെ അറിയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണേ. താങ്ക് യു.